കായംകുളത്ത് പെട്രോൾ പമ്പിൽ ഗുണ്ട ആക്രമണം. ആക്രമണത്തിൽ പമ്പിലെ 2 ജീവനക്കാർക്ക് പരിക്കുപറ്റി. കഴിഞ്ഞ രാത്രി 1 മണിയോടെ എത്തിയ ഒരു കൂട്ടം യുവാക്കളാണ് ആക്രമണം നടത്തിയത്. ഞാൻ ഇത് സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കസേരയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഓർക്കാപ്പുറത്ത് തന്നെ കസേര ഉൾപ്പെടെ ചവിട്ടി കളഞ്ഞിട്ട് കയ്യിലിരുന്ന ചെരുപ്പ് വെച്ച് എൻ്റെ തലയ്ക്ക് അടിക്കുകയും ചെയ്തു. കാരണം എനിക്ക് ശരീരത്തിന് ഇപ്പോൾ നല്ല വേദനയുണ്ട്. അതുകൊണ്ട് എൻ്റെ എന്താണെന്ന് വെച്ചാൽ തലവശം പുറവശം ചെന്നാണ് താഴെ അടിച്ചത്. അപ്പോൾ അത് ഞങ്ങൾ മുതലാളിയെ അറിയിക്കുകയും മുതലാളി വന്ന് നടപടി എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പമ്പ് അടയ്ക്കുകയും ചെയ്തു. കായംകുളം പുത്തൻറോഡ് ജംഗ്ഷനിലെ TA പെട്രോൾ പമ്പിലാണ് കഴിഞ്ഞ രാത്രിയിൽ ആക്രമണം നടന്നത്. രാത്രി 1 മണിയോടെ എത്തിയ ഒരു കൂട്ടം യുവാക്കൾ 50 രൂപയ്ക്ക് പെട്രോൾ ചോദിച്ചു. പെട്രോൾ അടിച്ച ശേഷം പണമില്ലെന്ന് പറഞ്ഞ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മർദ്ദനമേട്ട ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ലഹരിക്ക് അടിമയായ ആളുകളാണ് ആക്രമണം നടത്തിയതെന്ന് പമ്പുടമയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ AJ ഷാജഹാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 1 മണിയോടുകൂടി ഒരു 3-4 ചെറുപ്പക്കാരിവിടെ വന്ന് നമ്മുടെ ഇവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ജീവനക്കാരെ ആക്രമിക്കുകയുണ്ടായി. ഇവിടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്നതുകൊണ്ട് രാത്രി മുഴുവൻ സമയം ഇവിടെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും 1 മണിക്ക് ഇവിടെ വന്ന് അവരോട് ഞാൻ ചില്ലറ ചോദിക്കുകയോ മറ്റും ചെയ്തു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാകുകയും ഈ ജീവനക്കാർ പറയുന്നത് ഇവർ ഈ പറഞ്ഞ പോലെ ലഹരിക്ക് അടിമകളായിട്ടുള്ള ചെറുപ്പക്കാരാണെന്നാണ്. നിരവധി 2-3 തവണ ഇവർ തന്നെ ഇവിടെ വന്ന് ഇവിടെ ഒരു ബുദ്ധിമാന്ദ്യമൊക്കെ സംഭവിച്ച പോലുള്ള ഒരു പയ്യൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ പയ്യനെ അവനെ ഒരു ദിവസം വന്ന് തല്ലി മറ്റോ ചെയ്തു. ഇവിടെ സ്ത്രീകളെ ഇവിടെ അപമര്യാദയായി പെരുമാറുക, ഇതെല്ലാം ഇപ്പോൾ എല്ലാ പെട്രോൾ പമ്പുകളിലും നടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ചെറുകിട വ്യാപാരം മേഖല ഇതുപോലുള്ള വ്യാപാരം പോലും നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കുറേ ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയാണ്, ഒരു പ്രസ്ഥാനമാണിത്. പലപ്പോഴും ഇത്തരത്തിൽ പമ്പിൽ ഗുണ്ടകളുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ടെന്ന് വനിതാ ജീവനക്കാർ പറയുന്നു. ഇവിടെ പകൽ സമയങ്ങളിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാനും ഭയപ്പാടോടുകൂടിയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. കാരണം കഞ്ചാവ് മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങളെ സ്ഥിരം ശല്യം ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണം. കാരണം ഞങ്ങൾ ഭയപ്പാടോടുകൂടിയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. സ്ത്രീകളെ പോലും ഞങ്ങളെ വെറുതെ വിടുന്നില്ല. മോശമായ വാക്കുകൾ ആക്രമിക്കാൻ വരിക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി ഞങ്ങൾക്ക് ഇതിനുള്ള പരിഹാരം കാണുക, ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഞങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ജോലി ചെയ്യണം ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനുള്ള പരിഹാരം കണ്ടെത്തി തരിക. ഈ വന്ന ഉടായ്പ തന്നെ ഈ സ്ഥാപനത്ത് വന്ന് എന്നെ അടിക്കുകയും ചെയ്ത് വണ്ടിക്കകത്ത് അടിച്ച് താഴെയിട്ട് വേസ്റ്റ് പാത്രം എടുത്ത് കർണക്കുറ്റിക്കൊക്കെ അടിച്ച് മയക്കുമരുന്നും കഞ്ചാവും കൂടെ കഴിച്ചുകൊണ്ടാണ് സിഗരറ്റിനകത്ത് കഞ്ചാവ് കേസ് കയറ്റിയായിട്ട് വലിച്ചു വന്നതിന് എന്നെ ഈ പമ്പിനകത്തിട്ട് അടിക്കുകയും ചെയ്ത് ആ വണ്ടിക്കകത്ത് പിടിച്ച് തെള്ളി എൻ്റെ നടുവന്ന് ആ വണ്ടിക്കകത്ത് അടിക്കുകയും ചെയ്ത്. പമ്പിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം.